ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ കറിയാണ്. ഒഴിച്ചുകറി എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകറിയാണ്, പക്ഷെ കുറച്ച് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒഴിച്ചുകറിയാണ് കേട്ടോ. നമ്മുടെ പടവലങ്ങയും പരിപ്പും തക്കാളിയും ചേർത്തിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ കറിയിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത്രയും തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇതുപോലെ തന്നെ ചേർക്കണം എന്നുണ്ട്. എന്നാൽ നമുക്ക് വെളുത്തുള്ളി ഇതിൽ നിർബന്ധമായിട്ട് ചേർത്താലേ ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. ചില കറികളിൽ വെളുത്തുള്ളി ചേർത്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും, ചില കറികളിൽ വെളുത്തുള്ളി ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ മുളക് പൊടിയൊന്നും ഒരുപാട് ചേർക്കാതെ ഉണ്ടാക്കണം. ഒരുപാട് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. പച്ചമുളകാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് തോരപ്പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 തക്കാളി, ഒരു അത്യാവശ്യം മീഡിയം വലിപ്പത്തിലും കുറച്ചുകൂടി വലിപ്പമുള്ള തക്കാളി എടുക്കുക കേട്ടോ. 2 എണ്ണാണെങ്കിൽ, ഒരു തക്കാളി ആണെങ്കിൽ വലിയ തക്കാളി എടുക്കുക. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി, 6-7 ഉള്ളി എടുക്കുക. അതുപോലെ തന്നെ 3-4 പച്ചമുളക്, നമുക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് 3-4 പച്ചമുളക് എടുക്കുക. 2-3 തണ്ട് കറിവേപ്പില എടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പടവലങ്ങയാണ്. പടവലങ്ങ അത്യാവശ്യം വലിപ്പമുള്ളൊരു പടവലങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പടവലങ്ങ എടുക്കുന്നതനുസരിച്ചാണ് നമ്മൾ തക്കാളിയുടെ അളവ് തീരുമാനിക്കുക. ചെറിയ പടവലങ്ങയാണെന്നുണ്ടെങ്കിൽ 1 തക്കാളി മതി, വലിയ പടവലങ്ങയാണെന്നുണ്ടെങ്കിൽ മാത്രം 2 തക്കാളി മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ പടവലങ്ങ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, നേരത്തെയുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് പടവലങ്ങ കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് പടവലങ്ങ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു തക്കാളി 8ആയിട്ട് മുറിച്ച്, അങ്ങനെ 2 തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉള്ളിയും 4 വെളുത്തുള്ളിയും മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അരയ്ക്കുകയോ അല്ലെങ്കിൽ ഈ പടവലങ്ങയുടെ കൂടെ ചേർത്ത് വേവിക്കുകയോ ചെയ്യാം. ഉള്ളി അരയ്ക്കാൻ തന്നെ എടുക്കണം. ബാക്കി വെളുത്തുള്ളി നമുക്ക് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ പടവലങ്ങയും പരിപ്പും കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വയ്ക്കാം. പടവലങ്ങ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ പീസുകളായിട്ട്. നമ്മൾ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കുക. പരിപ്പിൻ്റെ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ പടവലങ്ങയും കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. പരിപ്പിന് കുക്കിംഗ് ടൈം കൂടുതലാണെങ്കിൽ പരിപ്പ് ആദ്യം കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പടവലങ്ങ ചേർക്കുക, അല്ലെങ്കിൽ പടവലങ്ങയും പരിപ്പ് ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊക്കെ 2 വിസിൽ വരുമ്പോൾ കുക്കായി വരുന്ന പരിപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് തന്നെ വേവിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഞാൻ വെളുത്തുള്ളി അരയ്ക്കാനല്ല, പടവലങ്ങയുടെയും പരിപ്പിൻ്റെയും കൂടെ കുക്ക് ചെയ്യാനാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പടവലങ്ങയ്ക്കും പരിപ്പിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണ്ട എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് തക്കാളി ചേർക്കുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. പടവലങ്ങയുടെയും പരിപ്പിൻ്റെയും ഒപ്പം നിൽക്കുന്ന രീതിയിലല്ല, അതിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. ഇനി ഇത് 2 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. 2 വിസിൽ വരുമ്പോൾ ഈ പരിപ്പ് കുക്കായി കിട്ടും. അപ്പോൾ പടവലങ്ങയും കറക്റ്റായിട്ട് കുക്കായി ഉണ്ടാവും. ഇത് സ്റ്റൗവിലേക്ക് വെക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ പച്ചത്തേങ്ങ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ തേങ്ങ അരച്ച കറികൾക്ക്. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ കുറച്ച് ഉണക്കായി തുടങ്ങിയ തേങ്ങയാണ്. അപ്പോൾ ഇതിലേക്ക് 2 ഉള്ളി ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മതി, നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വേവിക്കുന്നതുകൊണ്ട് ഇത്രയും ജീരകം മതി. ഇനി നമുക്കിത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. നമ്മുടെ പടവലങ്ങയൊക്കെ കുക്കായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി കറി ബാക്കിയുള്ളത് ഞാൻ റെഡിയാക്കുന്നത് ചട്ടിയിലാണ്. അപ്പോൾ ഒരു ചട്ടി വയ്ക്കാം. ചട്ടിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പടവലങ്ങയും പരിപ്പും ചേർന്ന് മിക്സ് ഇട്ട് കൊടുക്കുക. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കുക കേട്ടോ, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്, ഞാൻ ഈ വെള്ളം ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ തക്കാളി വല്ലാതെ ഉടഞ്ഞു പോകുന്നില്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിന് കുക്കായി കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഇനി തക്കാളിയും കൂടി ചേർന്ന് ഒന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് ഞാനപ്പോൾ ആദ്യം ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയിരുന്നു. കുറച്ച് മുളക് പൊടി ചേർക്കണമായിരുന്നു കറിയിലേക്ക്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കണം. നമ്മൾ കുക്കറിലേക്ക് പടവലങ്ങയും പരിപ്പും ചേർക്കുമ്പോൾ തന്നെ മുളക് പൊടി ചേർക്കണം കേട്ടോ. ഞാനത് വിട്ടുപോയി. ഒരു കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഉടഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടവലങ്ങയുടെയും പരിപ്പിൻ്റെയും കൂടെ തന്നെ തക്കാളി ചേർക്കുക. അതിനുശേഷം ഈ ഒരു സ്റ്റേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് പകരമായിട്ട് നമുക്ക് അരപ്പ് ചേർത്തിട്ട് കറി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക, വെളുത്തുള്ളി ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി ചേർത്ത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് തക്കാളി ഉടയണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി തിളപ്പിക്കാം. ഇപ്പോൾ കണ്ടോ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് വിട്ട് തുടങ്ങുന്നുണ്ട്. തക്കാളിയുടെ പുളിയൊക്കെ ഇതിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കണം. ഞാനിപ്പോൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം അരപ്പ് ചേർക്കാൻ. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല ഇത്, കുറച്ച് കുറുകിയിരിക്കുന്ന കറിയാണ്. വല്ലാതെ കുറുകിയല്ല, ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കുറുകി വരും. പരിപ്പും പടവലങ്ങയൊക്കെ ആണല്ലോ, പരിപ്പ് നന്നായിട്ട് കുഴഞ്ഞ് വെന്തിരിക്കുന്നതുകൊണ്ട് വേഗം തന്നെ കുറുകി വന്നോളും നമ്മുടെ കറി. അപ്പോൾ ഒന്ന് നന്നായിട്ട് കറി ചൂടായി വരട്ടെ. നമ്മുടെ ആ തേങ്ങയുടെയും ഉള്ളിയുടെയും ജീരകത്തിൻ്റെ ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കറി കുക്കായി ആ റോ ടേസ്റ്റൊക്കെ മാറി വന്നോളും. അപ്പോൾ നമ്മൾ ഇളക്കി തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയി. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വറവ് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല കുറുകിയ രീതിയിലുള്ള കറിയാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇനിയും കുറുകി വരും. അപ്പോൾ കുറുകി പോവുകയാണ്, കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക കേട്ടോ. പച്ചവെള്ളം ചേർത്ത് വീണ്ടും ചൂടാക്കരുത്. തിളപ്പിച്ച വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക. കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസമാണ് എടുക്കുന്നതെങ്കിലും ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി പുറത്ത് വെച്ചിട്ട് തിക്കായിട്ടുള്ള കറിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ട് നമുക്ക് കറി പാകത്തിനാക്കി എടുക്കാം. അല്ലാതെ നമ്മളിനി ഈ ഒരു കറി റെഡിയാക്കിയതിന് ശേഷം പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനിയിപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കട്ടെ. നമുക്കിനി വറവ് ചേർക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ നാടൻ കറികൾ ചെയ്യണം. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ ഒന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എപ്പോഴും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് നമ്മൾ ബാക്കി വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് കളർ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വറവ് ചേർക്കുന്നതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കളർ കറക്റ്റ് ആക്കാവുന്നതാണ് കേട്ടോ. കളർ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ നമ്മുടെ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ കുക്കായി കിട്ടുള്ളൂ. നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ ഉള്ളിയൊക്കെ കുക്കായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ വേറെ എണ്ണയൊന്നും കറിയിലേക്ക് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ വരുമ്പോഴേ കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. പിന്നെ ഈ ഒരു കറിയൊക്കെ ചൂടോടുകൂടി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ രാവിലെ റെഡിയാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ. രാവിലെ തന്നെ കറി റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ കറി അടച്ചു വയ്ക്കുക, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറാകുമ്പോൾ എടുക്കുക. ചൂടോടുകൂടി ഉപയോഗിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചൂട് മാറിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ചില കറികൾ മാത്രമേ നമ്മൾ ചൂടോടെ ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആവാൻ തുടങ്ങാൻ പോകുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊന്നും ചേർക്കരുത് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ചേർക്കുക. നമ്മുടെ മോര് കറിക്കൊക്കെ വറവിടുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും പൊടികൾ. ഞാൻ ഈ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ.
ഇതൊക്കെ നമ്മൾ ചെറിയ ബർണറിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസൊന്നും ചിലവാവില്ല. ഗ്യാസ് സേവ് ചെയ്യാൻ വളരെ നല്ലതാണ് ഈ ചെറിയ ബർണറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചെറിയ ബർണറിൽ വെച്ച് കുക്ക് ചെയ്യുകയാണ് നല്ലത്. കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഗ്യാസ് അധികം ചിലവാകാതെ നോക്കാൻ പറ്റും. നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടാട്ടോ. നല്ല പുളിയുള്ള കറിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഞാനൊരു മീഡിയം പുളി, ഒരു ചെറിയ രീതിയിലുള്ള പുളി കിട്ടുന്ന രീതിയിലാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് പുളിയുള്ള രീതിയിലല്ല. ചില ആളുകൾക്ക് നല്ല പുളിയായിരിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തക്കാളിയുടെ എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് അടച്ചു വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ചോറുണ്ണുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ വറവും കൂടി ചേർത്ത് ഇളക്കി ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മുടെ പടവലങ്ങ പരിപ്പ് തക്കാളി കറി റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ബാക്കിയുള്ള പുട്ടിൻ്റെയോ അപ്പത്തിൻ്റെയോ കൂടെ കഴിക്കാം, പക്ഷേ ഏറ്റവും നന്നായിട്ട് പോകുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.